നമസ്കാരം. 8:30 നിലമ്പൂരിലെ ട്രെൻഡ് വ്യക്തമാകും. 9 മണിക്ക് വിജയ് ആരെന്ന് സൂചനകൾ ഉറപ്പിക്കാം. 10 മണിക്ക് ചിത്രം തെളിയും. 11 മണിക്ക് വിജയ് കേക്ക് മുറിക്കുകയും ചെയ്യും. നിലമ്പൂരിലെ 8 മാസ MLA ആരാണെന്ന് ഉടൻ അറിയാം. നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആരെന്നത് പ്രേക്ഷകരെ അറിയിക്കാൻ വിപുലമായ സംവിധാനവുമായി മറുനാടനുമുണ്ട്. LDF-നായി M. സ്വരാജ്, UDF-നായി ആര്യാടൻ ഷൗക്കത്ത്, NDA-ക്കായി മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ MLA-യുമായ PV അൻവർ എന്നിവരടക്കം 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അൻവറിന്റെ സാന്നിധ്യമാണ് പ്രവചനത്തെ അസാധ്യമാക്കുന്നത്. 5 ലീഡിൽ വിജയമാണ് UDF പ്രതീക്ഷ. പിണറായിത്തെ വെല്ലുവിളിച്ച് അൻവർ രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ടായത്. 2000 വോട്ടിന്റെ ജയമാണ് CPM പ്രതീക്ഷ. ഫലം തത്സമയമായി മറുനാടൻ പ്രേക്ഷകരിലെത്തിക്കും. രാവിലെ 8:10 ഇതിന്റെ ആദ്യ സൂചനകൾ ലഭ്യമായി തുടങ്ങും. പോസ്റ്റൽ വോട്ടിന്റെ ഫലമാകും ഇത്. വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും. നിലവിൽ സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുകയാണ്. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ കൂടി ചേർത്തുള്ള ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം 75.87 ആണ്. 19 റൗണ്ടായിട്ടാണ് വോട്ടെണ്ണുക. ഒരു റൗണ്ടിന് 14 വീതം ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണും. ഒരു റൗണ്ടിന് 20 മിനിറ്റ് വേണ്ടിവരും. മൊത്തം 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ട ലീഡ് അരമണിക്കൂറിനുള്ളിൽ തന്നെയും അറിയാം. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 11 മണിക്കുള്ളിൽ ഫലപ്രഖ്യാപനം ഉണ്ടാകും. 1,76,070 പേരാണ് വോട്ട് ചെയ്തത്. ഇതിൽ 1,403 പോസ്റ്റൽ വോട്ടുകളുണ്ട്. ഇതാണ് ആദ്യം എണ്ണുന്നത്. പിന്നെ സർവീസ് വോട്ടുകൾ. അതിനുശേഷം EVM യന്ത്രത്തിലെ വോട്ടെണ്ണും. വഴിക്കടവ്, മൂത്തേടം, കരുളായി, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരമ്പലം പഞ്ചായത്തുമാണ് എണ്ണുക. PV അൻവറിന്റെ വിജയത്തിനിടയിലും UDF-ന് ഭൂരിപക്ഷം നൽകുകയും അവർ ഭരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. ആദ്യം എണ്ണുന്നത് ഇവിടുത്തെ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടാണ്. ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് മുന്നണികളെ ആശയിലും ഒപ്പം ആശങ്കയിലുമാക്കുന്നത്. ഇവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം നേടിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ 10,000 വോട്ടിനെങ്കിലും ജയിക്കാമെന്ന വിശ്വാസത്തിലാണ് UDF. M. സ്വരാജിന് ലഭിച്ച ജനകീയ പിന്തുണയാണ് LDF-ന്റെ പ്രതീക്ഷ. 10,000 വോട്ടെങ്കിലും പിടിച്ചാൽ തന്റെ നിലപാടിന് ജനപിന്തുണയുണ്ടാകുമെന്ന് തെളിയിക്കാനാകുമെന്നാണ് അൻവറും കരുതുന്നത്. കഴിഞ്ഞ തവണത്തെ 8,500 എന്ന അക്കത്തെ 10,000 കടത്താനാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ ശ്രമം. 2016-ൽ PV അൻവറിന് 2,000 വോട്ടിലേറെ ലീഡ് ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ 2021 ആയപ്പോൾ ആ ലീഡ് 35 ചുരുങ്ങി. ഇത്തവണ PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുകകൂടി ചെയ്യുമ്പോൾ ഇവിടുത്തെ വോട്ടുകൾ നിർണായകമാകും. മൂത്തേടം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വഴിക്കടവും മൂത്തേടവും എണ്ണിക്കഴിയുമ്പോഴേക്കും ശക്തമായ നിലയിലെത്താമെന്ന ആത്മവിശ്വാസം UDF-നുണ്ട്. ഇവിടെ 12 സീറ്റ് UDF-നും 3 സീറ്റ് LDF-നുമാണുള്ളത്. എടക്കര പഞ്ചായത്ത് മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ പഞ്ചായത്ത് കൂടിയാണ്. എന്നാൽ ഇവിടെ കഴിഞ്ഞ തവണ വെറും 97 വോട്ടിന്റെ ലീഡാണ് UDF-ന് ഉണ്ടായിരുന്നത്. UDF-ന് 9-ഉം LDF-ന് 7-ഉം സീറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിന് നേരെ വിപരീതമാണ് പോത്തുകല്ല് പഞ്ചായത്ത്. അത് സ്വരാജിന്റെ പഞ്ചായത്താണ്. കഴിഞ്ഞ തവണയും LDF-ന് 506 വോട്ടിന്റെ ലീഡ് നൽകിയ പഞ്ചായത്തിൽ ഇത്തവണ സ്വരാജ് മത്സരിക്കുമ്പോൾ ഉയർന്ന ലീഡ് ഉണ്ടാക്കാനാകുമെന്നാണ് LDF-ന്റെ കണക്കൂട്ടൽ. നിലമ്പൂർ നഗരസഭ 1,503 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF-ആണ് ഭരിക്കുന്നത്. ആ ലീഡ് ഉയർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. 23 വാർഡ് LDF-ഉം 9 വാർഡ് UDF-ഉം 1 വാർഡ് BJP-യുമാണ് ഇവിടെ ജയിച്ചത്. BJP ഇത്തവണ ഇവിടെ വോട്ട് ഉയർത്താൻ കഠിനമായി ശ്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മറ്റൊരു ശക്തി കേന്ദ്രമാണ് അമരമ്പലം പഞ്ചായത്ത്. കഴിഞ്ഞ തവണ 1,492 ലീഡ് അവർക്ക് നൽകിയ അമരമ്പലത്ത് ഇത്തവണയും LDF-ന് വലിയ പ്രതീക്ഷയുണ്ട്. 12 സീറ്റ് LDF-നും 7 സീറ്റ് UDF-നുമാണ് ഇവിടെ. കരുളായും LDF-ന്റെ കോട്ട തന്നെ. 1,446 കഴിഞ്ഞ തവണത്തെ ലീഡ്. ഈ 2 പഞ്ചായത്തിലും ലീഡ് നല്ല തോതിൽ ഉയർത്താനായാൽ LDF-ന് അത് വലിയ നേട്ടമാണ്. 8 വാർഡിൽ UDF-ഉം 7 വാർഡിൽ LDF-ഉം ഇവിടെ വിജയിച്ചിരുന്നു.